ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ്. സോ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള റൈസ് കുക്ക് ചെയ്തെടുക്കാം. 1 കപ്പ് റൈസ് നന്നായിട്ട് കഴുകി നമുക്ക് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ പറ്റും. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വെള്ളം ഊറ്റിക്കളയാം. റൈസ് കുക്ക് ചെയ്യാൻ നമുക്കൊരു പാനിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം നന്നായിട്ട് ബോയിലായതിനു ശേഷം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അരി അതിലോട്ട് ഇടാം. ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ വെച്ച് നമുക്ക് നന്നായിട്ട് റൈസ് കുക്ക് ചെയ്തെടുക്കാം. റൈസ് നമുക്ക് 70-80% കുക്ക് ചെയ്തെടുക്കാൻ മതിയാവും. ഫ്രൈഡ് റൈസിന് വേണ്ടി റൈസ് തലേ ദിവസം തന്നെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. ഞാനപ്പോൾ തലേ ദിവസം തന്നെ റൈസ് കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. റൈസ് 80% കുക്കായിട്ടുണ്ട്. സോ നമ്മളത് ഒരു സ്ട്രെയിനറിലിട്ട് വെള്ളം ഊറ്റിക്കളയുക. തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. നെക്സ്റ്റ് ഫ്രൈഡ് റൈസിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം തന്നെ നമുക്കൊരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു ക്യാപ്സിക്കം, 3-4 അല്ലി ഗാർലിക്, സ്പ്രിംഗ് ഒനിയൻ ഇതെല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷനും ഗ്രീൻ പോർഷനും സെപ്പറേറ്റ് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കണം. നമുക്ക് ബീൻസ് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ അടുത്ത് ബീൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. സോ അതിനായിട്ട് നമ്മൾ ബോൺലെസ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് വൈറ്റ് കളറിൽ തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്യണമെന്നില്ല, നമുക്ക് ജസ്റ്റ് ബോയിൽ ചെയ്തെടുത്താൽ മതിയാവും. ചിക്കൻ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന വോക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇടുക. അതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ബോയിൽ ചെയ്ത് എടുക്കാം. ചിക്കൻ നന്നായിട്ട് കുക്ക് ആയതിനു ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് റോസ്റ്റിലോട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. പിന്നെ 2 എഗ്ഗ് ആഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പും പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. എഗ്ഗ് കുക്ക് ആയതിനു ശേഷം നമുക്ക് വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കണം. വെജിറ്റബിൾസ് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് വോക്കിലോട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ പിന്നെ ഗാർലിക് ഇട്ട് കൊടുക്കാം. ഗാർലിക് ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് അതിലോട്ട് സ്പ്രിംഗ് ഒനിയൻ്റെ ഒരു വൈറ്റ് പാർട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലോട്ട് ക്യാരറ്റും ബെൽ പെപ്പറും ആഡ് ചെയ്യണം. അത് നന്നായിട്ട് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ബീൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ കുക്ക് ചെയ്ത ഗ്രീൻ പീസാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അവിടെ നിന്ന് ഇളക്കിയെടുക്കാം. എല്ലാം കുക്കായതിനു ശേഷം നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ സോയ സോസും ചില്ലി സോസാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോയ സോസും ചില്ലി സോസും ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഫൈനൽ പാർട്ട് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന റൈസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് നമ്മൾ ഇളക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. കാരണം റൈസ് നമ്മൾ ഒത്തിരി ഇളക്കുമ്പോൾ അത് സ്പീഡായി പോകാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഒത്തിരി ഇളക്കി കൊടുക്കരുത്. ജസ്റ്റ് ഇങ്ങനെ മറിച്ച് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ഇത് നമ്മുടെ ഫൈനൽ പാർട്ട്. നമുക്ക് കുറച്ച് പെപ്പർ ക്രഷ് ചെയ്തത് ഇടാം. freshly chopped
സ്പ്രിംഗ് ഓണിയനും കൂടെ നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാം. സ്പ്രിംഗ് ഓണിയൻ ഈസ് എ മസ്റ്റ് പാർട്ട്, സോ നമുക്കത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതാണ് നമുക്ക് ഫ്രൈഡ് റൈസിന് കുറച്ചുകൂടെ ടേസ്റ്റ് കൊടുക്കുന്നത്. സോ നമ്മളെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് ചില്ലി ചിക്കൻ്റെ കൂടെ ഗോബി മഞ്ചൂരിയൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും ഈ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡ്രോപ്പ് സം കമൻറ്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.